ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി. എല്ലാവരുടെ വീട്ടിലും കാണൂലേ ഇതേപോലെ ഉപയോഗിക്കാതെ കിടക്കുന്ന കുറേ വളകൾ. അതിൽ നിന്നൊരു 12 വളയെടുത്ത് പോരെ നമുക്കൊരു കലണ്ടർ ഉണ്ടാക്കാം. പുതുവർഷത്തിന് ഇനി ആകെ കുറച്ച് ദിവസം കൂടിയല്ലേ ബാക്കിയുള്ളൂ. നമുക്ക് വേഗം ഉണ്ടാക്കാം അല്ലേ കൂട്ടുകാരെ? നിങ്ങൾ റെഡിയല്ലേ? 4 വളകളെ ഇതുപോലെ പരസ്പരം കെട്ടി നമുക്കിതുപോലത്തെ 3 സെറ്റ് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ കെട്ടിയെടുക്കാൻ ഏറ്റവും നല്ലത് കമ്പിയാണ്. കമ്പിയില്ലാത്ത കൂട്ടുകാർക്ക് ചൂണ്ടനൂലും ഉപയോഗിക്കാം. 4ൻ്റെ 3 സെറ്റ് വളകൾ നമ്മൾ ഉണ്ടാക്കിയത് നമുക്കിത് ഇതേപോലെ ഒന്നിന് മുകളിൽ ഒന്നായി കെട്ടിയെടുക്കാം. ഇതേപോലെ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മുടെ ബേസ് ഇവിടെ റെഡിയായി. ഇനി നമുക്കൊരു A4 ഷീറ്റ് എടുത്ത് വളയുടെ ആകൃതിയിൽ 12 ഷീറ്റുകൾ വെട്ടിയെടുക്കാം. ഈ പേപ്പറിലേക്ക് നമുക്ക് 2025 ഓരോ മാസങ്ങളും സെറ്റ് ചെയ്തെടുക്കാം. കളർ പെൻസിലുകൾ ഉപയോഗിച്ച് അങ്ങനെ ഓരോ മാസങ്ങളുടെയും കലണ്ടറുകൾ നമുക്ക് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഒരു കലണ്ടർ സ്റ്റാമ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അത് ഉപയോഗിച്ചാണ് ഓരോ മാസത്തെയും കലണ്ടറുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ 12 മാസത്തെയും കലണ്ടറുകൾ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വളയിലേക്ക് എല്ലാ കലണ്ടറുകളും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കലണ്ടറാണിത്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇതുപോലത്തെ വളകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളകൾ തമ്മിൽ കെട്ടുമ്പോൾ കമ്പി നന്നായി ടൈറ്റായിട്ടിരിക്കുവാൻ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് വളകൾ തമ്മിൽ കെട്ടിയ ഭാഗത്ത് ഞാൻ 7000ൻ്റെ ഗ്ലൂ കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 12 മാസത്തെയും കലണ്ടറിൽ ഇതേപോലെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് മുകൾ ഭാഗത്ത് കവർ ചെയ്യുന്നതിനായി ഒരു A4 കോൺ ഷേപ്പിൽ ഒട്ടിച്ച് വെട്ടിയെടുക്കണം. ശേഷം അതിനെ മുകൾ ഭാഗത്ത് വളകൾക്കിടയിലൂടെ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഇറക്കി വെക്കാം. ഇറക്കി വെച്ച A4ൽ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷന് 2025 എന്ന് എഴുതി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള കോട്ടുകളോ ഡിസൈനുകളോ എന്ത് വേണമെങ്കിലും അവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ഡെസ്ക് കലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിതുപോലെ ആർട്ടും ക്രാഫ്റ്റും റിലേറ്റഡായിട്ട് വീഡിയോസൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അടുത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.